കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. തീക്കകത്തോട്ട് ഇട്ടപ്പോഴാ അത്രയും നേരം കാണാതിരുന്ന ഒരാളിനെ കണ്ടു. ഇട്ടത് 3 പേരെയായിരുന്നു, ഇപ്പം 4 പേരുണ്ട്. ഇവിടെ തീക്കകത്ത് കയറുമ്പോഴാ കർത്താവിൻ്റെ സാന്നിധ്യം നീ അറിയുന്നു. അറ്റ്മോസ്ഫിയർ കിടക്കുമ്പോഴാ നീ യേശുവിനെ കാണുന്നത്. പ്രശ്നത്തിൻ്റെ അകത്ത്, പ്രതികൂലത്തിൻ്റെ അകത്തും നിന്റെ ജീവിത അനുഭവം എന്ന തീക്കകത്തോടെ നീ പോകുമ്പോൾ എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസപാത്രമാകുവാൻ, നിന്നെ ചാമ്പലാക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ചന്ദ്രക് മേശക് അബോധനോ പുറത്തു വന്നു. എല്ലാവരും നോക്കുക. നീ 4-ാമനും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് വിചാരിച്ച് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ ഇറങ്ങിയിട്ടില്ല, അവൻ ഇപ്പോഴും തീയിലുണ്ട്. അവൻ തീയിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തിനാ നിൽക്കണമെന്നറിയോ? നീ അതിനകത്ത് കയറുമ്പോൾ അവൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കൂടെ അവൻ കാണും. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, നിന്റെ ICUവിന്റെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ വിലാപത്തിന്റെ നടുവിൽ, നിന്റെ കഷ്ടതയുടെ നടുവിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മനിതനായ ദൈവമാണ്. അവന് മാറ്റമൊന്നുമില്ല. അവൻ ഇന്നത്തെ പോലെ നാളെയും അതുപോലെ തന്നെ.